3 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റ കേസിൽ 5 RSS പ്രവർത്തകർ കസ്റ്റഡിയിലായി. കേസിലെ പ്രധാന പ്രതികളായ ജ്യോതിഷ്, സുജിൻ എന്നിവർക്കായി അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ CPM പ്രവർത്തകർ ഇപ്പോൾ ചികിത്സയിലാണ്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, RSSകാരാണ് ആക്രമിച്ചത് എന്ന് CPM പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എന്തൊക്കെ വിശദീകരണങ്ങളാണ് നൽകുന്നത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? നികേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 RSS പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സജീവ RSS പ്രവർത്തകരാണ് കസ്റ്റഡിയിലായ 5 പേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പുറമെ 2 പേർ കൂടി, അതായത് പ്രധാനപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അറിയുന്ന വിവരം. ആദർശ്, ശ്രീകുട്ടൻ, അതുപോലെ തന്നെ നിതിൻ, ഹരിലാൽ, ബിജിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ജ്യോതിഷ്, സുജിൻ എന്നിവരാണ് ഇവരെ വെട്ടിയത്. ഇവരാണ് പ്രധാനപ്പെട്ട പ്രതികൾ. ഇവരെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ പരിശോധന നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാത്രി 10:30 മട്ടന്നൂർ ഇടവേലിക്കലിൽ CPM പ്രവർത്തകരായിട്ടുള്ള 3 പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ലതീഷ്, സനോബ്, അതുപോലെ തന്നെ റിജിൽ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും നടത്തി പ്രതികളെ പിടികൂടുക, അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തലത്തിലുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലൊരു നടപടി ഉണ്ടാകും എന്നുള്ള വിശദീകരണമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും വലിയ തോതിലുള്ള പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തുടർ സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമ സാഹചര്യങ്ങളോ എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പോലീസ് സംഘങ്ങളെ ആ മേഖലയിലേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായിട്ടുള്ളത്. CPM പ്രവർത്തകരെല്ലാവരും തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവണം, മറ്റ് പ്രകോപനങ്ങളിൽ വശംവദരാകരുത് എന്നുള്ള ഒരു അറിയിപ്പ് CPMൻ്റെ ഭാഗത്തു നിന്നും പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മറിച്ച് RSSൻ്റെയോ BJPയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു രീതിയാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സംഘർഷം, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ തന്നെ K സുധാകരൻ്റെ പോസ്റ്റർ കത്തിക്കുകയും അതുപോലെ തന്നെ ബാനർ വലിച്ചു കീറുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കണ്ണൂരിൻ്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വളരെ അടിയന്തരമായി ചേരാനുള്ള ഒരു ഒരുക്കത്തിലുമാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള CPM പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ 5 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. 5 പേരും സജീവ RSS പ്രവർത്തകരാണ്. ഈ വെട്ടിയ അല്ലെങ്കിൽ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള 2 പേർക്ക് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്.